ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു 4 ഹാൻഡ് സിഗ്നൽസിനെ പറ്റിയിട്ടാണ്. ഉറപ്പായിട്ടും നമ്മുടെ ലേണേഴ്സ് എക്സാമിന് ഇതിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ട്രാഫിക് പോലീസിൻ്റെ ഹാൻഡ് സിഗ്നൽസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു ട്രാഫിക് സിഗ്നൽസും നിങ്ങൾക്ക് തീർച്ചയായും എക്സാമിന് ചോദിക്കും. അപ്പോൾ ട്രാഫിക് പോലീസിൻ്റെ ഹാൻഡ് സിഗ്നൽസ് ഒരു 8 എണ്ണവും പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന 4 എണ്ണവും കൂട്ടി ടോട്ടൽ 12 ചോദ്യങ്ങളാണ് ഈ ഒരു ഇതിലുള്ളത്. അപ്പോൾ ആ സിഗ്നൽസ് നിങ്ങൾ നന്നായി പഠിക്കണം. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ലേണേഴ്സ് എക്സാമിൽ ഈ ഒരു ചോദ്യം ഇല്ലാത്ത ഒരു എക്സാം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റോഡ് ഹാൻഡ് സിഗ്നൽസിൽ 4 എണ്ണമാണ് വരുന്നത്. അതിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എല്ലാം കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ട്രാഫിക് പോലീസിൻ്റെ ഹാൻഡ് സിഗ്നൽസിൽ റൈറ്റും ലെഫ്റ്റും യൂസ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് സൈൻസ് കാണിക്കുമ്പോൾ 4 എണ്ണം മാത്രമേ യൂസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മളിപ്പോൾ വലത്തേക്ക് തിരിയുന്നതും ഇടത്തേക്ക് തിരിയുന്നതും അല്ലെങ്കിൽ നിർത്തുന്നതും ഒക്കെയുള്ള ഉദ്ദേശങ്ങൾ ഇൻഡിക്കേറ്റർ ഇല്ലാതെ നമ്മുടെ ഹാൻഡ് കൊണ്ട് മറ്റുള്ള പുറകിലുള്ള വണ്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ ഒരു ഹാൻഡ് സിഗ്നൽസ്. ഹാൻഡ് സിഗ്നൽസിൽ ഒന്നാമത്തേത് വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. വലത് കൈകൊണ്ടാണ് ഇതിലെ മുഴുവൻ സിഗ്നൽസും കാണിക്കേണ്ടത്. അതായത് കാണിക്കുന്നത് പിക്ചറിൽ നമുക്ക് അങ്ങനെയായിരിക്കും തരിക എക്സാമിന്. വലത് കൈകൊണ്ട് കാണിക്കുന്നതാണ് 4 സിഗ്നൽസും. ഇത് വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം 4 എണ്ണം നോക്കാം. ഇത് വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. ഇതിൽ ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്ന സിഗ്നലാണ്. വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ വലത്തേക്കായി നേരെ നിവർത്തി പിന്നെ അതിനെ മടക്കിയിട്ട് മുകളിലോട്ട് കാണിക്കുന്നതാണ് വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സിഗ്നൽ ഇതാണ്. വാഹനത്തിൽ നിന്ന് കൈ പുറത്തേക്കിട്ടിട്ട് കൈ ഇങ്ങനെ മുകളിലോട്ട് ആകാശത്തേക്ക് നിവർത്തി വെക്കുന്ന, കൈപത്തി നിവർത്തി വെക്കുന്ന ഒരു സിഗ്നലാണ് എന്ത്, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. ഞാനത് നിങ്ങൾക്ക് ഒരു വണ്ടിയിൽ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. രണ്ടാമത്തേതാണ് വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ഇതുപോലെ തന്നെ കൈ പുറത്തേക്കിട്ട് കൈ നേരെ നിവർത്തി പിടിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വലത് സൈഡിലോട്ടേക്ക് തിരിയണം. ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് തിരിയണം. അതായത് ഇടത് ഭാഗത്തുകൂടെയാണല്ലോ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുക. നമ്മുടെ സൈഡ് ഇടത് ഭാഗമാണല്ലോ അല്ലേ. നമ്മൾ വണ്ടി ഓടിക്കാൻ ഇടത് ഭാഗത്തോട്ട് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇടത് ഭാഗത്ത് നിന്ന് നിങ്ങൾക്കിനി വലത് ഭാഗത്തേക്കാണ് തിരിയേണ്ടത്. അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, കൈ ഇങ്ങനെ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ കാണിക്കും അല്ലെ. ഹാൻഡ് സിഗ്നൽ അതാണ് ഇവിടെ കാണിക്കുന്നത്. വലത് ഭാഗത്തേക്ക് കൈ ഇങ്ങനെ കാണിക്കുന്നു. പുറത്തേക്ക് ഇട്ടിട്ട് ആ ഭാഗത്തേക്ക് കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. നോക്കിക്കോളൂ. ഇത് മൂന്നാമത്തെ ഹാൻഡ് സിഗ്നലാണ്. വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് വേഗത കുറയ്ക്കുന്നല്ല, വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കണം അല്ലെ. ഈ ഹാൻഡ് സിഗ്നൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയാണ് അല്ലെ. നിങ്ങൾ വലതു ഭാഗത്തേക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടികൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നല്ല. അപ്പോൾ ഹാൻഡ് സിഗ്നൽസ് കാണിച്ച് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇനി വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യണം, അതും മുന്നറിയിപ്പ് കൊടുക്കണം. അതിനെന്താ കൈ ചെയ്യേണ്ടത്, കൈ നമ്മൾ വൃത്താകൃതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള സിഗ്നൽ വരുന്നത്. കൈ ഇതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുറത്തേക്കിട്ട് കൈ ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ തിരിക്കുക. ഓക്കെ, അതിപ്പോൾ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇനി നാലാമത്തേതാണ് ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ഇടത്തേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം
കാണിക്കുന്ന ഹാൻഡ് സിഗ്നലാണ്. അതും ഇതുപോലെ തന്നെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് അല്ല, ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുന്നതാണ് ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഹാൻഡ് സിഗ്നൽ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഇലക്ട്രോണിക് പിന്നെ സിഗ്നൽസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, അല്ലേ, ഗ്രീൻ ലൈറ്റൊക്കെ കത്തുന്നതും യെല്ലോ ലൈറ്റൊക്കെ കത്തുന്നതായിട്ടുള്ള പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്, അത് പോരെ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യാത്ത സന്ദർഭങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു ഹാൻഡ് സിഗ്നൽസും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹാൻഡ് സിഗ്നൽസ് എന്തായാലും നമ്മളെ ലേണേഴ്സ് എക്സാമിന് ചോദിക്കുന്നത്, അല്ലാതെ ഇൻഡിക്കേറ്ററിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഹാൻഡ് സിഗ്നൽസിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളിത് വിശദമായിട്ട് പഠിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഒന്നാമത്തേത് ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, രണ്ടാമത്തേത് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, മൂന്നാമത്തേത് വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, നാലാമത്തേത് വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഒക്കെ മനസ്സിലായല്ലോ. ഒന്നാമത്തേതിൽ ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നതിൽ കൈ പുറത്തേക്ക് ഇട്ടിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുന്നു. വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കൈ എന്ത് ചെയ്യുന്നു, അർദ്ധവൃത്താകൃതിയിൽ ചലിപ്പിക്കുന്നു. മൂന്നാമത്തെ വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുമ്പോൾ കൈ നേരെ നിവർത്തി പിടിച്ച് ഏത് ദിശയിലേക്കാണോ നിങ്ങൾക്ക് തിരിയേണ്ടത് അവിടേക്ക് കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ നാലാമത്തേത് വാഹനം നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. വാഹനം നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ കൈ ഇങ്ങനെ സ്റ്റോപ്പ് സിഗ്നൽ പോലെ ഇങ്ങനെ കൈ നിവർത്തിപ്പിടിച്ച് മടക്കി നിവർത്തിപ്പിടിച്ച് ഇങ്ങനെ സ്റ്റോപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഹാൻഡ് സിഗ്നൽസ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ട്രാഫിക് പോലീസിൻ്റെ ഹാൻഡ് സിഗ്നൽസും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് അത് കാണാത്തവർ അത് കാണുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാൻഡ് സിഗ്നൽസ്. നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, ലേണേഴ്സ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.